നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ നീ കാണിക്കുന്നേ? അങ്ങോട്ട് ഒരാളും എന്റെ അടുത്ത് വരാനും പാടില്ല, ഒന്നും ചോദിക്കാനും പാടില്ല. ഇന്നും എല്ലാം തകർക്കും ഞാൻ. ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. രാധികമുള്ളത് എവിടെയായിരുന്നു? ഞാൻ ഉണ്ണിമാരുടെ അടുത്ത് നിൽക്കായിരുന്നു. വന്നവരെല്ലാം രാധികയോട് പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞു. നാളെ വിളിക്കാന്നും പറഞ്ഞു. പ്രിയേ, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഫിദാമാം ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്യാമ വിളിക്കുമ്പോ സാർ വന്നിരുന്ന കാര്യം ഞാൻ പറയാം. അല്ല, താനങ്ങോട്ടാ? വീട്ടിലേക്കാണോ അത് ഹോട്ടലിലേക്കാണോ? ഞങ്ങൾ ഹോട്ടലിലേക്കാ. പടത്തിന്റെ കാര്യങ്ങൾ നടക്കല്ലേ. പിന്നെ പോകുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയണം. ഞാൻ പുതിയതായി ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ പേര് അനൗൺസ് ചെയ്തു. പുനർജന്മം. കൊള്ളാലോ. നാളെ സോഷ്യൽ മീഡിയ വഴി പേര് അനൗൺസ് ചെയ്യും. പുനർജന്മത്തിലെ ഹീറോയിൻ ഡബിൾ റോളാ. ഒരമ്മ മകൾ ബന്ധത്തിന്റെ കഥ. കൊള്ളാലോ. ഒരു പുതിയ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. ഇവിടെയോ? യെസ്. സത്യത്തിൽ ഈ പ്രോഗ്രാമിന് വരാൻ എനിക്ക് തോന്നിയത് നന്നായി. അതുകൊണ്ടാ ഇങ്ങനൊരു കാര്യം ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ എന്റെ ചിത്രത്തിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന നായിക ഈ നിൽക്കുന്ന രാധികയാണ്. Are you serious, Indrajit? യെസ് മാം. രാധികയ്ക്ക് എന്റെ ക്യാരക്ടർ നന്നായി ചേരും. കഴിഞ്ഞ കുറെ നേരമായി ഞാനത് വാച്ച് ചെയ്യുകയായിരുന്നു. രാധിക മോളെ, പറഞ്ഞത് കേട്ടില്ലേ? എത്ര വലിയ കാര്യം നടന്നത്. എന്നിട്ടെന്തെങ്കിലും മിണ്ടാതെ നിൽക്കുന്നു? ഇന്ദ്രജിത് സാറിന്റെ പടത്തിലെ ഹീറോയിൻ ആകാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? സാറ് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞത് എന്നോടല്ലേ? എന്നിട്ട് എന്താ പെട്ടെന്ന് ഇങ്ങനെ? പ്രിയങ്ക, താൻ നന്നായി പെർഫോം ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ ഇപ്പോഴത്തെ ക്യാരക്ടറിന് രാധിക സ്യൂട്ടാണ്. പ്രിയങ്കയുടെ കാര്യം നമുക്ക് അടുത്ത സിനിമയെ നോക്കാം. വരുൺ, നമ്മൾ ഈ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്. കൊണ്ടെത്തിക്കലുകളല്ല, കണ്ടെത്തലുകളാണ് പ്രധാനം. എന്റെ ഹീറോയിനെ ഞാൻ രാധികയെ കണ്ടു. സോ ഐ ആം ഇംപ്രസ്ഡ്. എന്താ രാധിക ഇതിലൊന്നും പറയാത്തത്? രാധികയ്ക്ക് താല്പര്യമുണ്ടോ? അയാളതൊന്നും സ്വീകരിക്കില്ല. അയാൾക്ക് സിനിമയൊന്നും ചേരില്ല. എവിടെ ചെന്നാലും ചേച്ചി ഏറ്റവും വലിയ തടസ്സം. മോളെ, ഇന്ദ്രജിത്തിനോട് മറുപടി പറ. പ്രിയങ്കയ്ക്ക് ഞാൻ ഒരുക്കി കൊടുക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്.
സിനിമയിൽ നായികയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഗ്രിമെൻ്റാണ് ഞങ്ങൾ തമ്മിൽ. എന്തൊക്കെയാ പറയുന്നത്? സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. അത്യാവശ്യമായിട്ടുള്ള ഒരാൾ അകത്തേക്കും വരുന്നു. ആ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലായോ? ആ അത്യാവശ്യത്തിൻ്റെ പേരാണ് രാധിക. എനിക്ക് സമ്മതാണ്. അത് ഞാൻ അഭിനയിക്കാം. സോ നമ്മളിത് ഫിക്സ് ചെയ്യുന്നു. എന്റെ പുനർജന്മത്തിലെ ഹീറോയിൻ രാധിക. ഓക്കെ? എന്താ നീ കാണിക്കുന്നേ? പ്രിയങ്കേ, കാര്യം എന്താണല്ലേ നിന്നോട് അങ്ങോട്ട് ഒരാളും എന്റെ അടുത്ത് വരാനും പാടില്ല, ഒന്നും ചോദിക്കാനും പാടില്ല. ഇന്നും എല്ലാം തകർക്കും ഞാൻ. എന്നെ ഇല്ലാതാക്കിയിട്ട് ആരിവിടെ ആളാവാൻ നോക്കണ്ട. മോളെ, കാര്യം എന്താന്ന് വെച്ചാ പറ. കളിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കളിമംഗലത്ത് ഒരു പ്രശ്നവും പ്രശ്നമല്ല ഇവിടെയാ. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ചൊവ്വ പറയണം. അല്ലാതെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കല്ല വേണ്ടത്. എന്ത് കുടുംബം? ആരുടെ കുടുംബം? ഇതിനി എന്റെ കുടുംബം അല്ല അമ്മ. എനിക്കിനി ഇവിടുത്തെ ഒരാളുടെ സ്നേഹവും വേണ്ട. മോളെ, മോള് വാ, മുത്തശ്ശി ചോദിക്കട്ടെ. മുത്തശ്ശി മിണ്ടരുത്. മുത്തശ്ശിക്ക് എന്റെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനു മുൻപ് ഒരുപാട് ശ്രമിച്ചാണല്ലോ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? വരാനുള്ളത് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.